ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ തന്നെ ഒരു സ്റ്റോറിയാണ്. എങ്ങനെയാണ് ഞാൻ മർച്ചൻ്റ് നേവിയിൽ എത്തിയെന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞിട്ട് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്ത ഒരാളാണ്. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് 4 വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ബിടെക് എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തന്നെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അടിപൊളി ഒരു ജോലി കിട്ടും, എഞ്ചിനീയറാന്ന് പറയാം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. എല്ലാവരും അങ്ങനെ തന്നെ പഠിക്കുക, അതുപോലെ തന്നെ ഞാനും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ 4 വർഷം നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് 4ാമത്തെ വർഷം കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറേ കമ്പനികളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് അതായത് നമ്മുടെ കോളേജിലേക്ക് വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കമ്പനീസ് വന്നിട്ടുണ്ടായിരുന്നത് ഈ IT ഫീൽഡിൽ നിന്നുള്ള കമ്പനീസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ ഫീൽഡ് വിടില്ല എന്ന് പറഞ്ഞിട്ട്, മെക്കാനിക്കൽ ഫീൽഡ് എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും അത് മെക്കാനിക്കൽ ഫീൽഡിൽ തന്നെ പണിയെടുക്കുള്ളൂ. കാരണം നമ്മൾ പഠിച്ച പണി എന്ന് പറയുന്നത് മെക്കാനിക്കലാണ്. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ തന്നെ വർക്ക് ചെയ്യുള്ളൂ, IT ഫീൽഡിലേക്കൊന്നും പോകില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ നമ്മൾ IT കമ്പനിയുടെ ഒരു ഇൻ്റർവ്യൂവും ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. മെക്കാനിക്കൽ കമ്പനികൾ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂ മാത്രമാണ് അറ്റൻഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കമ്പനിക്ക് നമ്മുടെ കോളേജിലേക്ക് 2 കമ്പനികളുടെ ഇൻ്റർവ്യൂ വന്നു. ഒന്ന് ബ്രിഡ്ജ് സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ, രണ്ടാമത്തേത് പറയുന്നത് കാമറോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് വന്നത്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ആ ഒരു കമ്പനിയുടെ എക്സാം എഴുതി, അതേമാതിരി കാമറോണിൻ്റെ എക്സാം എഴുതി. 2 എക്സാമിൽ നമ്മൾ ക്ലിയറായി. അതേമാതിരി രണ്ടിൻ്റെ ഇൻ്റർവ്യൂവിന് പോയി. 2ൻ്റെ ഇൻ്റർവ്യൂ ക്ലിയറായി. നമ്മളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ അവർ വാങ്ങി വെച്ചു. ഇതൊക്കെ നമ്മുടെ ലാസ്റ്റ് സെം എക്സാം നടക്കുന്നതിന് മുന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായി നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ വാങ്ങി വെച്ചു. അവർ പറഞ്ഞിരുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം സ്റ്റാർട്ടിങ് 40,000 രൂപയായിരുന്നു. ഇനി ഒരു കമ്പനിയിൽ കിട്ടിയില്ലെങ്കിൽ മറ്റൊരു കമ്പനിയിൽ കിട്ടും. സ്റ്റാർട്ടിങ് 40,000 രൂപ എഞ്ചിനീയർ ആയിട്ടുള്ള ജോലി, അതും കോഴ്സ് കംപ്ലീറ്റ് ആയത് നമ്മുടെ ബിടെക്കിൻ്റെ 4ാമത്തെ വർഷം ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയായി, നമ്മളത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് എക്സാമൊക്കെ കഴിഞ്ഞു, ഫൈനൽ എക്സാം കഴിഞ്ഞു. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ വിളിക്കുന്നില്ല. ഫസ്റ്റത്തെ 1 മാസം വെയിറ്റ് ചെയ്തു, വിളിക്കുന്നില്ല. 2 മാസം വെയിറ്റ് ചെയ്തു, വിളിക്കുന്നില്ല. അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പം നമ്മളുടെ ഒപ്പം വേറെ 3 ആളുകളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 ആളുകൾ നമ്മൾ പ്ലാൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്ക് ചെയ്യാൻ ചെയ്തെങ്കിൽ ഒരേ കമ്പനിയിൽ ഒപ്പം വർക്ക് ചെയ്യുള്ളൂ നമ്മൾ ബിടെക് പഠിക്കുമ്പോൾ തന്നെ വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ നമ്മൾ 4 ആൾക്കാരും 2 മാസം വെറുതെ ഇരുന്നതിന് ശേഷം നമ്മൾ നൗക്കറിയിൽ ഒരു ജോബ് വേക്കൻസി കണ്ടു, കോയമ്പത്തൂർ വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിന് അപ്ലൈ ചെയ്തു. നമ്മൾ 4 പേരും അപ്ലൈ ചെയ്തു. 4 പേര് അവിടെ പോയി. അവിടെ പോയപ്പോൾ ഒരു കൺസൾട്ടൻസിയാണത്. അവർ പറയണത് 2,000 രൂപ അവർക്ക് ഫസ്റ്റ് അടക്കണം. അടച്ചു കഴിഞ്ഞാൽ പിന്നെ പൈസ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾക്ക് ജോലി 100% ഷുവറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 2,000 രൂപ കൊടുത്താൽ പോരെയെന്ന് പറഞ്ഞിട്ട് 2,000 രൂപയും കൊടുത്ത് നമ്മൾ അവർ പറഞ്ഞ സ്ഥലം ഹൊസൂരായിരുന്നു. ഹൊസൂർ പറയുമ്പോൾ തമിഴ്നാട് ബാംഗ്ലൂർ ബോർഡർ. എന്നിട്ട് നമുക്ക് 4 പേർക്കൊപ്പം, ഇതിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞതാണ്, 4 പേർക്കൊപ്പം ഒരേ കമ്പനിയിൽ ജോലി കിട്ടുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഹൊസൂരിൽ പോയി. അവർ പറഞ്ഞ കമ്പനിയിലത്തെ ആളിനെ പോയി കണ്ടു. അവർ ഓക്കെ ജോലി തരാമെന്ന് പറഞ്ഞു. അതിൽ LKM ഓട്ടോ ആൻസിലറീസ് പറഞ്ഞൊരു കമ്പനിയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു TVSൻ്റെ ഒരു മെയിൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് ഹൊസൂരിൽ. അതിൻ്റെ സബ് പാർട്സെല്ലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു കമ്പനിയാണ് ഈ LKM ഓട്ടോ ആൻസിലറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരവിടെ 12,000 രൂപ സാലറി പറഞ്ഞു. അത്ര വൃത്തിയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു കമ്പനിയായിരുന്നു. എന്നാലും നമ്മൾ 4 ആൾക്കൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നു. അതിൽ ഫസ്റ്റ് ഷിഫ്റ്റിലുണ്ടായിരുന്നത് നമ്മുടെ 2 ഫ്രണ്ട്സ് ആയിരുന്നു. അവർ 2 ആളും ഫസ്റ്റ് ഷിഫ്റ്റിന് പോയി. ഞാനും വേറൊരു പയ്യനും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ആളും കൂടി 2ാമത്തെ ഷിഫ്റ്റിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഫസ്റ്റ് ഷിഫ്റ്റിൽ പോയിട്ട് വന്ന് പറഞ്ഞ്, ഒപ്പം വർക്ക് ചെയ്യുന്നവരൊക്കെ ഫുള്ള് വേറെ വൈബ് ആൾക്കാരാണ്, നമുക്ക് പറ്റില്ല, ഫുള്ള് ബംഗാളികളാണ്, അവർക്ക് ബേസിക് ക്വാളിഫിക്കേഷനും കൂടി ഇല്ല. എന്നിട്ട് അവർ വർക്ക് ചെയ്യുന്നത്, നമ്മളവിടെ നിന്നിട്ടൊരു കാര്യമില്ല, എക്സ്പീരിയൻസ് കൊണ്ട് കാര്യമില്ല, നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ ആ കമ്പനി അങ്ങനെ ഒഴിവാക്കി. അവർ നമുക്ക് ഗസ്റ്റ് ഹൗസ് അല്ല, ഒരു ഹോസ്റ്റൽ, ഒരു റൂം തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ റൂമിൽ നിന്നിട്ട് തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വേറെ കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകാൻ തുടങ്ങി. വേറെ കമ്പനികളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് 4 പേർക്കും ഒരു കമ്പനിയിൽ കിട്ടി, SSF പ്ലാസ്റ്റിക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അങ്ങനെ SSF പ്ലാസ്റ്റിക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ നമ്മൾ 4 ആളും ജോയിൻ ചെയ്തു.
അവിടെ അറ്റ്മോസ്ഫിയർ കുഴപ്പമില്ല, അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ബിടെക് അല്ലെങ്കിൽ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാരാണ്. നമ്മുടെ അവിടുത്തെ പോസ്റ്റ് ഉണ്ടായിരുന്നത് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റായിരുന്നു. സാലറി ഉണ്ടായിരുന്നത് 15,000 രൂപയായിരുന്നു മാസം. അപ്പോൾ നമുക്ക് അവിടെ ജോയിൻ ചെയ്തപ്പോൾ അവരുടെ റൂം തന്നു, പ്ലസ് 2 നേരത്തെ ഫുഡ് അവർ തരും, 1 നേരത്തെ ഫുഡ് മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി. അങ്ങനെ ഇരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ 4 പേരും, ഞങ്ങളുടെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നത് 2 മണി മുതൽ 8 മണി വരെയാണ്. ഷിഫ്റ്റിന് പോയപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞ് നിങ്ങൾക്ക് 4 പേർക്ക് ഇപ്പോൾ കയറാൻ പറ്റില്ല, 2 പേരായിട്ട് ഒരാൾക്ക് മാത്രമേ ഇപ്പോൾ കയറാൻ പറ്റുള്ളൂ, ബാക്കി 3 പേരും അടുത്ത ഷിഫ്റ്റിൽ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം, അവിടെ എത്തിയിട്ട് അത്ര ദിവസമായിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് 4 പേർക്ക് തന്നെ ഒപ്പം കയറണം, ഒരാളായിട്ട് കയറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ചൂടായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ഒരാളായിട്ട് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 പേർക്ക് ഇവിടുന്ന് പോകേണ്ടി വരും, നിങ്ങൾക്ക് ജോലി പോകുമെന്ന് പറഞ്ഞു. പറ്റുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് കയറുക, അല്ലാന്നുണ്ടെങ്കിൽ 4 പേര് പോയിക്കോളം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 4 പേരും അവിടുന്ന് ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങോട്ട് റൂമൊക്കെ എത്തി. വലിയ മാസമൊക്കെ കാണിച്ചിട്ട് നമ്മൾ റോയൽ മെക്ക് എന്നുള്ളൊരു വൈബിലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി, കോളേജിൽ നിന്ന് ഇറങ്ങിയ സമയമാണല്ലോ. അങ്ങനെ ഇറങ്ങിയിട്ട് റൂമൊക്കെ എത്തിയിട്ടപ്പോഴത്തേനും അവിടുന്ന് HR അവർ വിളിച്ച് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ ഓണറിൻ്റെ ഇൻസ്പെക്ഷൻ വരുന്ന ദിവസമാണ്, കറക്റ്റ് എംപ്ലോയീസിൻ്റെ എണ്ണം അവർക്ക് കാണിച്ചു കൊടുക്കണം, ഇന്ന് ട്രെയിനി ആയിട്ടുള്ള ആൾക്കാരെ എത്ര ആൾക്കാരെ എടുത്തതിൻ്റെ കണക്ട് ഡീറ്റെയിൽസും അതിൻ്റെ സംഭവങ്ങളും ഇൻഷുറൻസിൻ്റെ പേപ്പറും സംഭവങ്ങളൊന്നും റെഡി ആയിട്ടില്ല, അതുകൊണ്ടാണ് 2 ആളെങ്കിലും മിനിമം വന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇനി രാത്രി ഒറ്റയ്ക്ക് പോകുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ 2 ആൾ വർക്ക് ചെയ്യാൻ വേണ്ടി കയറി. പക്ഷേ അപ്പം തന്നെ നമുക്ക് HR-ഉമായിട്ട് നല്ലൊരു ബന്ധം ആയിരുന്നില്ല, ചെറിയ ഉരസൽ ആദ്യം തന്നെ വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി അധികം നാൾ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ കമ്പനി നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ GST സംഭവങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ GST വരാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ മിക്ക കമ്പനികൾ പൂട്ടാൻ തുടങ്ങി. കാരണം ടാക്സൊക്കെ ഒരുപാട് എമൗണ്ട് അവർ കടക്കേണ്ടി വന്നുകൊണ്ട് അവർ കുറേ കമ്പനികൾ പൂട്ടിയപ്പോൾ അവർ അവിടുത്തെ എംപ്ലോയീസിനൊക്കെ പിരിച്ചു വിട്ടു. അങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന കമ്പനിയിൽ എംപ്ലോയീസിനെ പിരിച്ചു വിടുന്നുണ്ടായില്ല. പക്ഷെ അവർ സാലറി 10,000 രൂപയ്ക്ക് കുറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നാട്ടിലേക്ക് വന്നു. അവിടെ നിന്നിട്ട് വേറെ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും അവർ BTech ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ പറ്റില്ല, ഡിപ്ലോമയുള്ള ആൾക്കാരെ അണിച്ചാൽ ഓക്കെ എന്ന് പറഞ്ഞു, BTech പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള സർട്ടിഫിക്കറ്റും ഉണ്ടാക്കി, CV ഉണ്ടാക്കി, എന്നിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പം അതിൽ ഒരു കമ്പനിയിലുള്ള HR-ലുള്ള ഒരു മലയാളി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ BTech ആണ് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ എല്ലാത്തിലും 10,000 രൂപയാണ് അവർ സാലറി കൊടുക്കുന്നത്, അതുകൊണ്ടാണ് BTech-ത്തെ ആൾക്കാരെ എടുക്കാത്ത ഡിപ്ലോമക്കാരെ എടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുന്ന് നിർത്തിയിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഇനി എന്ത് എന്ന് നോക്കിയിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ മെർച്ചൻ്റ് നേവി എന്നുള്ളതിൻ്റെ അങ്ങനെ ഒരു ഫീൽഡിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. അപ്പം അങ്ങനെ നോക്കിയ സമയത്ത് എങ്ങനെ ഇനി ഇതിൽ കയറാൻ നോക്കിയപ്പോഴാണ് ഈ സ്പോൺസർഷിപ്പിൻ്റെ കാര്യം അറിയണത്. അല്ലാതെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ കയറാൻ നോക്കിയിട്ട് പറ്റാണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നടക്കുന്ന കുറേ പേര് ഇതേമാതിരി അവരുടെ വീഡിയോസ്, അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പലയിടത്തുനിന്നായിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ എന്തായാലും സ്പോൺസർഷിപ്പ് അറ്റൻഡ് ചെയ്തിട്ട് തന്നെ കയറുള്ളൂന്നായി. അങ്ങനെ സ്പോൺസർഷിപ്പുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതൊക്കെയെന്ന് സെർച്ച് ചെയ്ത സമയത്താണ് നമുക്ക് കിട്ടിയത് ആംഗ്ലോ ഈസ്റ്റേൺ, ഗ്രേറ്റ് ഈസ്റ്റേൺ ആൻഡ് സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് കിട്ടി യൂട്യൂബിൽ നിന്ന്. അങ്ങനെ ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അപ്ലൈ ചെയ്തു. അതിൽ ആംഗ്ലോ ഈസ്റ്റേണിൻ്റെയും ഗ്രേറ്റ് ഈസ്റ്റേണിൻ്റെയും എക്സാം ഏകദേശം ഒരേ മാസത്ത് വന്നു. സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാമിന് അപ്പോൾ വിളിച്ചില്ല. അവരുടെ ആ ഒരു സമയത്ത് വേക്കൻസി ഉണ്ടായിരിക്കില്ല, എന്താണെന്നറിയില്ല. സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വിളിച്ചില്ല, ബാക്കി 2 ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാമിന് വിളിച്ചു. അപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്ത് എക്സാമിൻ്റെ ഡേറ്റ് അവർ തന്നു. എക്സാമിൻ്റെ ഡേറ്റ് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആംഗ്ലോ ഈസ്റ്റേൺ ഏകദേശം 1000 രൂപ ഉണ്ടാവും, ഗ്രേറ്റ് ഈസ്റ്റേൺ നേരത്തെ ഈസ്റ്റേൺ ആംഗ്ലോ ഈസ്റ്റേണിന് 300 രൂപയും ഗ്രേറ്റ് ഈസ്റ്റേൺ ഏകദേശം 1000 രൂപയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഫീസ് വന്നത്. അപ്ലൈ ചെയ്തു, ആംഗ്ലോ ഈസ്റ്റേണും ഗ്രേറ്റ് ഈസ്റ്റേണും അപ്ലൈ ചെയ്തു, എക്സാം എഴുതി. അപ്പോൾ ആംഗ്ലോ ഈസ്റ്റേൺ എന്ന് പറയുമ്പോൾ അവരുടെ സെൻറ്റർ നമുക്ക് അടുത്ത് വരുന്നത് കോയമ്പത്തൂരും എറണാകുളം ആയിരുന്നു. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ചൂസ് ചെയ്തു. ഗ്രേറ്റ് ഈസ്റ്റേണിൻ്റെ എക്സാം ഉണ്ടായിരുന്നത് നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് എക്സാം എഴുതാം. അങ്ങനെ ആ സമയത്ത് പറയുന്നത് അങ്ങനെയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഗ്രേറ്റ് ഈസ്റ്റേണിൻ്റെ എക്സാം എഴുതി. ആംഗ്ലോ ഈസ്റ്റേണിൻ്റെ എക്സാം നമ്മൾ സെൻറ്ററിൽ പോയിട്ട് എഴുതി. എന്നിട്ട് ഏകദേശം 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ 2 മെയിൽ വന്നു, 2 എക്സാമും ക്ലിയർ ആയിട്ടുള്ളത്. അപ്പോൾ 2 എക്സാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ 2 പേരും, അതായത് ആംഗ്ലോ ഈസ്റ്റേൺ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും
ഗ്രേറ്റ് ഈസ്റ്റേൺ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അവർ മെയിൽ അയച്ചു, ഇനി ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻ്റർവ്യൂ അവർ മുംബൈയിൽ വന്നിട്ട് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗ്രേറ്റ് ഈസ്റ്റേണിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് മാർച്ച് 2-ാം തീയതി, അതേപോലെ മാർച്ച് 4-ാം തീയതി ഗ്രേറ്റ് ഈസ്റ്റേണിൻ്റെ ഡേറ്റും ആംഗ്ലോ ഈസ്റ്റേണിൻ്റെ മാർച്ച് 6-ാം തീയതി, അങ്ങനെയാണ് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഓക്കെ, ഇനി എന്തായാലും അറ്റൻഡ് ചെയ്യുക. രണ്ടും ഒപ്പം അടുത്തടുത്തായതുകൊണ്ട് ഒരു തവണ മുംബൈയിൽ പോയി കഴിഞ്ഞാൽ രണ്ടും അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്നുള്ളൊരിതുകൊണ്ട് നമ്മൾ രണ്ടിനും റീപ്ലൈ കൊടുത്തു. ഓക്കെ, അവർ പറഞ്ഞ ഡീറ്റെയിൽസ് നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ലോണവാലയിലാണ് ഗ്രേറ്റ് ഈസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ടുള്ളത്. അവിടെ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ റൂം എടുത്ത് നിന്നു. 4-ാം തീയതി ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് അവിടെ CBT പറഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ CBT എന്ന് പറഞ്ഞ എക്സാം ക്ലിയർ ആയാൽ മാത്രമാണ് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ എക്സാം ക്ലിയർ ആയി. ആ എക്സാമിന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു. 100-ൽ 84 മാർക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ മാർക്ക് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. എന്നിട്ട് ആ മാർക്ക് ഷീറ്റും പ്ലസ് നമ്മുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ഇൻ്റർവ്യൂവിന് കയറി. അപ്പോൾ ഇൻ്റർവ്യൂ പാനൽ എന്ന് പറയുമ്പോൾ 2 പേരുണ്ടായിരുന്നു. നമ്മളടുത്ത് BTechൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളടുത്ത് ചോദിച്ചു. നമ്മളറിയാവുന്ന പോലെയൊക്കെ ആൻസേഴ്സ് പറഞ്ഞു. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ പറഞ്ഞു. കാരണം അത്ര ടഫായ രീതിയിലൊന്നും ചോദിച്ചില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, BTechൽ പഠിച്ച ബേസിക് കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇൻ്റർവ്യൂ ക്ലിയർ ആയിട്ടുണ്ട്, ഇനി മെഡിക്കൽ ക്ലിയർ ആയാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹാപ്പിയായി. കാരണം ഈ ഗ്രേറ്റ് ഈസ്റ്റേണിൻ്റെയും ആംഗ്ലോ ഈസ്റ്റേണിനെയും കമ്പയർ ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കിയ സമയത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആംഗ്ലോ ഈസ്റ്റേണിൻ്റെ ഇൻ്റർവ്യൂ പോയി കഴിഞ്ഞാൽ നമ്മളെ ക്വാളിഫൈ ചെയ്യില്ല അവർ. കാരണം അത്രത്തോളം ഈ 2 കമ്പനീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്രേറ്റ് ഈസ്റ്റേൺ ഏകദേശം 70 ഷിപ്പുകളുള്ളൊരു കമ്പനിയും ആംഗ്ലോ ഈസ്റ്റേൺ എന്ന് പറയുന്നത് ഏകദേശം 700 ഷിപ്പുള്ള കമ്പനിയായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഏകദേശം 900-1000-ഓളം ഷിപ്പുകളുണ്ട്. എന്നാൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം 700-ഓളം ഷിപ്പുള്ള കമ്പനി. അപ്പോൾ അത്രയും വലിയ കമ്പനി. അപ്പോൾ അവിടെ കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ചോദിച്ചവരെല്ലാവരും. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്രേറ്റ് ഈസ്റ്റേണിന് കൂടുതൽ പ്രിപ്പയർ ചെയ്താൽ അത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ആംഗ്ലോ ഈസ്റ്റേണിനെ പറ്റി നോക്കണ്ട, അത് മിക്കവാറും കിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ചോദിച്ചവരൊക്കെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഗ്രേറ്റ് ഈസ്റ്റേണിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെയാണ് ഇൻ്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഗ്രേറ്റ് ഈസ്റ്റേണിന് വരുന്ന ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാരത്തൊക്കെ ചോദിച്ചിട്ടും അതേമാതിരി നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പഠിച്ചത്. എന്നിട്ട് എന്താ പറയുക, ഗ്രേറ്റ് ഈസ്റ്റേണിൻ്റെ ഇൻ്റർവ്യൂ ക്ലിയർ ആയി, മെഡിക്കൽ ക്ലിയർ ആയി, നമ്മൾ ഹാപ്പി ആയി. കാരണം കിട്ടിയല്ലോ, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടിയല്ലോ. അങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അവിടെ ജോലിയും കിട്ടും. അതുകൊണ്ട് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു. എല്ലായിടത്തും പറഞ്ഞു, വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ എന്തായാലും എന്താ പറയുക, 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആംഗ്ലോ ഈസ്റ്റേണിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത്. ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതിൽ കിട്ടി. അത് കിട്ടില്ല എന്ന് ഉറപ്പാണേനും. അപ്പോൾ പിന്നെ ഇനി എന്തായാലും 2 ദിവസം വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അന്ന് ലോണവാല എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം ഒരു ടൂറിസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ആ ഏരിയയൊക്കെ ഫുള്ള് കറങ്ങി അടിച്ച് കണ്ട് 6-ാം തീയതി ആയപ്പോൾ, അത് 5-ാം തീയതി വൈകുന്നേരം ഞാൻ ആംഗ്ലോ ഈസ്റ്റേണിൻ്റെ AMTC പറഞ്ഞൊരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്, അതുള്ള സ്ഥലത്തിൽ അടുത്ത് പോയി റൂം എടുത്ത് അവിടെ സ്റ്റേ അടിച്ച് 6-ാം തീയതി രാവിലെ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഞാൻ പോയ സമയത്ത് ഗ്രേറ്റ് ഈസ്റ്റേണിൽ ഏകദേശം 400-500 പേര് ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആംഗ്ലോ ഈസ്റ്റേണിന് ഞാൻ പോയ സമയത്ത് ഏകദേശം 8-9 പേരാണ് ഇൻ്റർവ്യൂവിന് വന്നത്. ഞാൻ ഇരിക്കുന്ന റൂമിൽ 8 പേരുള്ളൂ. ഇനി വേറെ റൂമിൽ ആളുകൾ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എല്ലാവർക്കും ചെറിയ ഒരു കമ്പാർട്ട്മെൻറ്റാണ് കൊടുക്കുന്നത്. എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഏകദേശം 8 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞ് എന്താ പറയുക, ബൈസ്റ്റാൻഡർ വന്ന, അതായത് പാരൻസോ ഗാർഡിയനോ ആരെങ്കിലും ഒപ്പം വന്ന ആൾക്കാർ ആദ്യം ഇൻ്റർവ്യൂ ഒന്ന് അറ്റൻഡ് ചെയ്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ആൾക്കാരായിട്ട് പോയി. എൻ്റെ ഒപ്പം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു, എല്ലാവരുടെയും കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. എല്ലാവരുടെയും നമ്പർ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരൊക്കെ ആദ്യം പോകുന്നതാണല്ലോ, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നറിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെയൊക്കെ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓരോ ആൾക്കാരുടെ കഴിയുന്ന ഏകദേശം സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ വിളിച്ച് നോക്കാൻ തുടങ്ങി. എന്തായി എന്നറിയാലോ, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നറിയാലോ. അങ്ങനെ ഓരോ ആൾക്കാർക്ക് ചോദിച്ചു നോക്കുമ്പോൾ അവർ പറയുന്നത് എനിക്ക് കിട്ടിയില്ല, ഇതൊക്കെയാണ് ചോദിച്ചതെന്ന് അവർ പറയും. ചില ആൾക്കാർ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടില്ല, കാരണം അവന് കിട്ടിയില്ല, ഇനി എനിക്ക് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാവും. അങ്ങനെ ചില ആളുകൾ ചോദ്യവും പറഞ്ഞിട്ടില്ല. എന്തായാലും നമ്മൾ അവർ പറഞ്ഞത് വെച്ചിട്ട് ഒരു ഐഡിയ കിട്ടി. പക്ഷേ ഓരോ ആൾക്കാർക്കും ചോദിക്കുന്ന ചോദ്യങ്ങൾ വേറെ ചോദ്യങ്ങളാണ്. എന്തായാലും അതിൽ ഒരാൾ പറഞ്ഞു ടൈ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ പുറത്താക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ടൈ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനങ്ങനെ ടൈ ഇട്ടോ എന്ന് പറഞ്ഞത് കേട്ടിട്ട്, എന്നിട്ട് ടൈ ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് എല്ലാവരുടെയും കഴിഞ്ഞ് എന്നെ വിളിച്ചു.
എന്നെ വിളിച്ച് കയറി. ഇവിടുത്തെ ആംഗ്ലോ ഈസ്റ്റേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെർവിൻ ബ്രിഗാൻസ് പറഞ്ഞ ഒരാളാണ് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ആൾ ചോദിക്കുന്നതെന്ന് പറയുന്നത് ഗ്രേറ്റ് ഈസ്റ്റേൻ്റെ ക്വസ്റ്റ്യൻസ് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ടച്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഉണ്ടായിരിക്കും. ആ ടോപ്പിക്കിൽ നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ നമ്മുടെ ആൻസറിനനുസരിച്ചിട്ട് ഡീപ്പായിട്ട് ഉള്ളിലേക്ക് പോയിക്കൊണ്ട് എത്രത്തോളം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യത്തെക്കുറിച്ച് അറിയാമെന്നുള്ളതാണ് ഇവർ നോക്കുന്നത്. മുന്നേ പോയ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എത്രത്തോളം കാര്യങ്ങൾ അറിയാം, എത്രത്തോളം കാര്യങ്ങളെ പറ്റി അറിയാം എന്ന് നോക്കുമ്പോൾ ഇവിടെ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് അറിയാം എന്നുള്ളതാണ് ഇവർ നോക്കുന്നത്. അങ്ങനെ അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞ് ആൾ കുറച്ച് നേരം എന്നെ നോക്കി, എൻ്റെ സർട്ടിഫിക്കറ്റ്സ് നോക്കി, എൻ്റെ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. ആൾ അത് നോക്കും, എന്നെ നോക്കും, അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയി. ലാസ്റ്റ് ആൾ പറഞ്ഞു, നീ ഇൻ്റർവ്യൂ ക്ലിയർ ആയിട്ടുണ്ട്, നിനക്കിനി മെഡിക്കൽ ഉണ്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആരും കിട്ടില്ല എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ഇൻ്റർവ്യൂ ക്ലിയർ ആകല്ലേ. എന്നിട്ട് മെഡിക്കലിലെ പേപ്പറുമായിട്ട് നമ്മൾ മെഡിക്കൽ ചെയ്യാൻ വേണ്ടി പോയി. ഏകദേശം 6000 രൂപ മെഡിക്കൽ ചെയ്യാൻ വേണ്ടി വന്നു. മെഡിക്കൽ ക്ലിയറായി. എന്നിട്ട് നമ്മൾ GME എന്ന് പറഞ്ഞൊരു കോഴ്സിന് ജോയിൻ ചെയ്തു. അപ്പോൾ അന്ന് കോവിഡ് ടൈമായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ ക്ലിയർ ആയത് ഏകദേശം മാർച്ച് 6-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ 7-ാം തീയതി മെഡിക്കൽ ഉണ്ടായിരുന്നു. മെഡിക്കലും ക്ലിയർ ആയിട്ട് 9-ാം തീയതി ഞാൻ തിരിച്ചു വന്നു. മാർച്ച് 14-15 ആയിട്ട് ലോക്ക്ഡൗൺ ആയി. കോവിഡ് ടൈമായിരുന്നു. 2020 മാർച്ച് 19 മാർച്ച് 20 ആയിട്ടാണ് ലോക്ക്ഡൗൺ ആയത്. അപ്പോൾ ഞാൻ വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞത് ലോക്ക്ഡൗൺ ആയി. എന്തൊരു ഭാഗ്യം, ആ സമയമാകുമ്പോൾ തന്നെ ഞാൻ വീട്ടിലേക്ക് എത്തി. അങ്ങനെ എന്നിട്ട് ക്ലാസ് എല്ലാം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. 2 മാസം മാത്രമാണ്, ഈ 8 മാസത്തിലാകെ 2 മാസം മാത്രം ലാബ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ മുംബൈ പോയി. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് ഏകദേശം 4 മാസം വെയിറ്റ് ചെയ്തപ്പോഴത്തേനും അത് പ്രാക്ടിക്കൽ ഫുള്ള് കംപ്ലീറ്റ് ആയി. 2 സെമ്മായിട്ടാണ് ഈ കോഴ്സ് വരുന്നത്. ഫസ്റ്റ് സെമ്മ് മൊത്തം നാട്ടിലായിരുന്നു. 2ാമത്തെ സെമ്മിൻ്റെ എക്സാം അവിടെ പോയിട്ടായിരുന്നു, അതായത് മുംബൈ പോയിട്ട്. എന്നിട്ട് പ്രാക്ടിക്കൽസും കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ പാസിംഗ് ഔട്ട് പരേഡ് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് സർട്ടിഫിക്കറ്റ് തരും, നമ്മുടെ മറ്റേ ഗൗണൊക്കെ ഇട്ടിട്ട്. ആ സമയം ആയപ്പോഴത്തേനും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള എല്ലാവരും കോവിഡ് പോസിറ്റീവായി. അങ്ങനെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവർ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. ഏകദേശം 4 മാസം വെയിറ്റ് ചെയ്തു. 4ാമത്തെ മാസത്തിൽ നമ്മളെ വിളിച്ചു. ഫസ്റ്റ് ഷിപ്പ് അലോട്ട് ആയിട്ടുണ്ട്, ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ ഡേറ്റ് തന്നു. അവർ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് 2ാമത് മെഡിക്കൽ ചെയ്തു. മെഡിക്കൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബോയിലർ സ്യൂട്ട്, യൂണിഫോം സംഭവങ്ങളൊക്കെ തന്ന് നമ്മളങ്ങനെ ഫ്ലൈറ്റ് കയറിയിട്ട് ഫസ്റ്റ് ഷിപ്പ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ മർച്ചൻ്റ് നേവിയുടെ ഫസ്റ്റ് ഷിപ്പിൽ കയറിയത്. അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഇനി കൂടുതൽ കാര്യങ്ങളായിട്ട് ഇനിയും കാണാം.